ബോട്ട് നിർത്തണോ കൊച്ചുമോലാളി? പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം നല്ല ശകുനമാണല്ലോടാ. എണ്ണം കുറവാണല്ലോടാ. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല കാര്യങ്ങള്. കൊയ്ത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പുച്ഛമാ. പിന്നെ നടേശ മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞാൽ തീരെ 40 എണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു. ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവളുമാരല്ലേ എടുത്തു കൊടുപ്പ്. ഏത് നല്ല കൂലിയും കിട്ടും. എല്ലാം പഴയ വിസകളാണോടാ? അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി? ഒരിടത്തും ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ? അത് നേരാണ്. മുളകിനെ ഈ പണി പറ്റൂ. 25-ൽ 21 ഇടിവെട്ട ഇപ്പൊ കാണണോ? വേണ്ട വിശ്വാസം. കൊച്ചുമോലാലി ഇതാര്? കനകം. നീ ഉണ്ടോടിക്കൊല്ലോ? ഉണ്ടേ. നീ അങ്ങ് കേറി തടിച്ചല്ലോടി. ചാക്കോ വധക്കേസിലെ പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവൾ ഏതാണ്? പക്ഷെ അവളുടെ നോട്ടം അത്ര ശരിയല്ല. പ്രമാദമായ ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെയും 2ഉം 3ഉം പ്രതികളായ ജോസ്, ദിവാകരൻ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ടു വെറുതെ വിടാൻ ആലപ്പുഴ സെഷൻസ് കോടതി ഉത്തരവായി. കളിയൊന്ന് പൊക്കി നോക്കണ്ട അവറാച്ച. കനകം, നീ നിത്യഹരിതയാണല്ലോടി. അന്നും ഇന്ന് നീ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചുമോരാളെ എങ്ങാനും നിന്നെ ഒന്ന് കാണണം. കണ്ടു. കൊച്ചുമോനാടി നല്ല മുട്ടനാടിനെ പോലെ അല്ലയോ ഇരിക്കുന്നേ. പക്ഷേ മുട്ടുമടക്കാൻ പോലും വലിയ മുതലാളിക്ക് അല്പം ബുദ്ധിമുട്ടാ. അയ്യോ, എന്നാ പറ്റി? വാദം നാട്ടു ചികിത്സയിലല്ലേ പണ്ടൊരുപാട് ബുദ്ധിച്ചാടിയതല്ലേ. അവറാച്ചോ? പേര് ഗൗരി. ശരിക്കും പേര് ഭദ്രന്ന. ഗൗരി ചെല്ലപ്പേരാ. പണിക്ക് വരുമ്പോ ചെല്ലപ്പേരാ വിളിക്ക. ശരിക്കുള്ള പേര് പറ. അപ്പൊ ഭദ്ര. എന്റെ അച്ഛനമ്മ വന്നു. എന്റെ അച്ഛനമ്മ വന്നു. ഇത്തവണ ഇല്ലല്ലോടാ. 40 അല്ല ചിണ്ടനോ? ചിന്തനെ അച്ഛനമ്മ എനിക്കങ്ങനെ അറിയാം. അപ്പൊ കുതിക്ക് പൊത്തിച്ച് കാറ്റല്ലിപ്പോ വന്നില്ലേ കുഞ്ഞാന്ന്? എടാ, ഏതെങ്കിലും ചന്തയില് തന്തയും തള്ളയും വിലക്ക് വാങ്ങിയാൽ കിട്ടുമോ? 40 തന്നെ കുഞ്ഞാന്ന് വന്നില്ലേ? ഇങ്ങോട്ട് തട. 40 രൂപ എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയും തള്ളെ അന്വേഷിക്കുന്നതിന് വണ്ടിക്കൂലി എന്നെ 19 രൂപയായി. നീ ഒരു 100 രൂപ സംഘടിച്ച നിന്റെ അച്ഛനും അമ്മ ഒപ്പിച്ചേരാം. 100 രൂപ തന്നെ അച്ഛനമ്മനും കിട്ടോ? പിന്നെ അമ്മയെ മാത്രം തപ്പിയാ മതിയടാ. നിന്റെ അച്ഛൻ നടേശ മുതലാളിന്ന് എല്ലാരും പറയല്ലോ. അല്ല പിന്നെ എന്തിനാ വഴക്ക് കൂടിയ? മുതലാളിയാണ് എന്റെ അച്ഛന് തുണി പറഞ്ഞു. എന്നെ തല്ലി. എന്റെ ടീച്ചറെല്ലാം പറ്റില്ല. എന്നെ കഴിക്കു വയ്യ. എന്റെ ചുണ്ട് പൊത്തിച്ചു. എന്റെ അച്ഛനില്ല. ഈ മടക്കിയൊരു കഥയുണ്ട്. ഓർമ്മിപ്പിച്ച പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നടന്നോളൂ.
വിരോജ്വല ബുദ്ധിമുട്ടാന്ന് വെച്ചാ പീഠത്തിൽ ഇരിക്കണ്ട, ആ കസേരയിലോട്ട്. ബുദ്ധിമുട്ടില്ല. സ്ഥിരീരംഗേ ദയായു സ്വസ്തിന ഇന്ദ്രോ വൃദ്രസ്രവാ സ്വസ്തിന പൂഷാ വിശ്വവേദ സ്വസ്തിന ദാശോ. അതൊക്കെ എന്താ? ശത്രുസംഹാര പൂജ. മനസ്സിൽ പ്രാർത്ഥിക്കാം. ഓം സോമാംഭോർഗതം സുനന്ദനയനം വേദത്രേ വിഗ്രഹം ജ്ഞാനാംഭോജകാഭ്യാനദം വസ്തേ പ്രവാളപ്രഭം കേയൂരാണി. ഇങ്ങോട്ട് പാടി. അശ്രീകരം. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ആരൂഢം അത്ര നന്നല്ല. എല്ലാത്തിലും ഒരു വിഘ്നം കാണുന്നു. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം, അതും സ്ത്രീയാൽ. സ്വന്തം മകനെ കൊണ്ടല്ലോ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസ്സമാധാനമില്ല. എങ്ങനെ മനസമാനം കിട്ടുവടി? സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിന് വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാനം കിട്ടുകയല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയുകയല്ല. നക്കാപ്പിച്ച കാശിന് വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം. നീ നല്ലവളാ. നിന്നെ ഞാൻ കൈവിടുവോടി. ജീവപര്യന്തം അഴിയെണ്ണി കഴിയേണ്ട എനിക്ക് ജീവൻ തിരിച്ചു തന്നോളല്ലോ നീ. ഞാനതൊന്നും മറക്കുകയല്ല. മട പൊട്ടിയ കണ്ടം നിറയും. കണ്ടം നിറഞ്ഞാലോ കൃഷി നശിക്കും. മട നിക്കണേല് ഒരേ ഒരു വഴിയേ മനുഷ്യ കുറിച്ച്. ഒരു കൊയ്ത്താളം മടയിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് വീര്യം കൊണ്ട് മറ്റു കൊയ്ത്താളന്മാര് ചേറ് പൊത്തും. മട ഉറയ്ക്കും. ചേറിൽപ്പെടുന്ന കൊയ്ത്താളൻ വീരനാകും. അത്തരം മടകളിൽ വിളക്ക് വെക്കും. ഇന്നേക്ക് 15 വർഷം മുമ്പ് ഇതുപോലൊരു കൊയ്ത്തുകാലം തെക്കേ പാടത്തെ മട വിണ്ടു തുടങ്ങി. ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. കൊയ്ത്താളന്മാരുടെ നേതാവായിരുന്നു ചന്ദ്രപ്പൻ. ഉശിരുള്ളവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വരാൻ പോകുന്ന ദുരന്തം ഓർത്ത് എല്ലാവരും നിന്നപ്പോ ചന്ദ്രപ്പൻ മടയിലേക്ക് എടുത്തു ചാടി. വേഗം ചേറ് വാരിയിട്. ചന്ദ്രപ്പൻ അലറി. മടിച്ചു നിന്ന കൂട്ടരോട് ചന്ദ്രപ്പൻ പറഞ്ഞു, ഇവിടെ എന്റെ ജീവനല്ലേ വലുത്, കരയാണ്, ഈ മണ്ണാണ്. അറിയാതെ അവ ചേറുവാരി ചന്ദ്രപ്പനെ പൊതിഞ്ഞു. മട നിന്നു. അതുകൊണ്ടാ രാവിലെ ആ മടയിൽ വന്നപ്പോ അറിയാതെ നിന്നുപോയേ. ചന്ദ്രപ്പനാശന്റെ കാര്യം ആയിരിക്കും പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ചന്ദ്രപ്പൻ രക്തസാക്ഷിയാണെന്നാ. അല്ല സുഷിയുടെ പനി എങ്ങനെയുണ്ട്? എടാ മുളകെ, അല്ല അല്ല ഞാൻ അവരുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ മടവഴി പോകുമ്പോ സൂക്ഷിച്ചു വേണം. എന്നാ കളവ് കരുനാക്ക്. ഞാൻ വരാതിരിക്കില്ല, വരാതിരുന്നാലോ എന്റെ കാര്യം നടക്കില്ല. മടവഴി പോണോ? 6 അടി പൊക്കവും വെച്ചിട്ട് എന്തോന്ന് ധൈര്യമാടാ? മട വഴി പോയി എന്താടാ കുഴപ്പം? അതല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ? മട വഴി പോയാ മതി. മടവഴി പോയാ മതി. ആർക്കിട്ടെങ്കിലും 2 തോങ്ങ് താങ്ങിട്ട് കൊറേ നാളായി. മടയിലൊരു വെളിച്ചം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 1
വള്ളാട് വീടാ ആരടി ആ കിളവി നാക്കെടുത്ത് പറയുകയും ചെയ്ത് മടവഴി പോവാനും വയ്യ. ഇനിയിപ്പൊ ഈ രാത്രി എന്ത് ചെയ്യാ? വേറെ വഴി എന്ത്? അയ്യോ മുളകാശാനല്ലേ ഇത്?